കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്ക്കെതിരായ 53 തെളിവുകൾ കൊൽക്കത്ത പോലീസ് CBIക്ക് കൈമാറി. മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ CBI നടപടി കടുപ്പിച്ചു. സന്ദീപ് ഘോഷിന്റെയും അടുപ്പക്കാരുടെയും വീടുകൾ റെയ്ഡ് ചെയ്തു. യുവഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ഹെൽമറ്റ്, CCTV ദൃശ്യങ്ങളടക്കമുള്ള 53 തെളിവുകളാണ് പോലീസ് CBIക്ക് കൈമാറിയത്. കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അടക്കം 7 പേരെ കഴിഞ്ഞ ദിവസം നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കേസിലും സന്ദീപ് ഘോഷിനെതിരെ CBI അന്വേഷണം ഊർജിതമാക്കി. സന്ദീപ് ഘോഷിന്റെ വസതിയിൽ ഇന്ന് രാവിലെയാണ് CBI സംഘം റെയ്ഡ് നടത്തിയത്. അടുത്ത അനുയായി ദേബാശിഷ് സോമിന്റെ വസതിയടക്കം 3 ഇടങ്ങളിലും പരിശോധന നടത്തി. അതേസമയം പ്രതിഷേധം തുടരുന്ന ആർജിക്കർ മെഡിക്കൽ കോളേജിന് സമീപം നിരോധനാജ്ഞ ഓഗസ്റ്റ് 31 വരെ നീട്ടി. ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ്. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ അന്വേഷണ പുരോഗതി ഡോക്ടർമാർ ആരായുമ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് CBI. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.